ജീവിതത്തിൽ എത്ര ആളുകളായിട്ട് എന്നോട് ചോദിക്കും എനിക്കിപ്പോ എല്ലാം പരിപാടി എനിക്ക് കൊടുക്കലാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് കിടന്നു കൊടുക്കാം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഓക്കെ, എനിക്ക് ആ പരിപാടി എനിക്കില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പണ്ടേ കൊടുക്കുമായിരുന്നു കേട്ടാ. ഞാൻ എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ ഇരുന്ന് കിടന്നു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല ലൈവില്. എനിക്ക് എന്റെ കാല് വിരിച്ചു വെച്ച് കൊടുക്കലല്ല എന്റെ ജോലി. എനിക്ക് ബിസിനസ് തരാൻ വേണ്ടി ഞാൻ പലതും പറയും. അതെന്റെ ബിസിനസ് ട്രിക്കാണ്. വടാ കിടന്നു കസ്റ്റമർ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കവച്ചു കൊടുക്കലല്ല. എന്റെ രീതിക്ക് ഞാൻ അവർക്ക് സൂചിപ്പിച്ചു കൊടുക്കും. അല്ലാണ്ട് കാല് കവച്ചു വെച്ചിട്ട് അവർക്ക് കയറ്റാറില്ല. അതൊക്കെ നല്ല ഉറപ്പുണ്ട്. പിന്നെ എന്റെ ശരീരം ഞാൻ ഞോണ്ടാ കൊടുക്കാറുമില്ല. വേണമെങ്കിൽ അടിച്ചിട്ട് പോകും ഞാൻ പറയും. അത്ര തന്നെ. അതെന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. നിന്നോട് പറയണോ? എടാ, ഒരു പെണ്ണ് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരാണ് ഒരു പെണ്ണിന്റെ അടുത്ത് വരുന്നത് സെക്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവർക്ക് സുഖം കിട്ടാനാണ്. ചില ആണുങ്ങളുണ്ട് സെക്സ് ചെയ്യൂല. അവരവരുടെ ഭാര്യമാരെ മാത്രമേ ബന്ധപ്പെടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഗേൾഫ്രണ്ടിനെ മാത്രമേ ബന്ധപ്പെടുള്ളൂ. എല്ലാ ആണുങ്ങളും എപ്പോൾ പണിയെടുക്കാൻ വേണ്ടി വരുന്നവരല്ല. ഓക്കെ, മനസ്സിലായ? ഒരാണിനെയും പെണ്ണിനെയും ഞാൻ എന്നും പറയുന്ന പോലെ അവർക്ക് ഒരുപാട് ടൈമിങ് വേണം. സെക്സ് എന്നുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് കളയുന്ന ഒരു പരിപാടിയല്ല. നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളടുത്ത് വരണോ അവന്മാർക്ക്? വരണോ? ഞാനൊക്കെ കൊടുക്കുന്ന ടൈമിൽ ആകെ 5 മിനിറ്റാ. ചില പെണ്ണുങ്ങള് കിടന്നങ്ങ് കൊടുക്കും ആണുങ്ങൾക്ക്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി കസ്റ്റമറെ വേണമല്ലോ. ചില ലേഡീസ് എങ്ങനെയാണെന്നറിയോ, 200 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 1.5 മണിക്കൂർ കൊടുക്കും. എങ്കിലേ ആ കസ്റ്റമർ നാളെ അവർക്ക് വരൂ. പക്ഷെ ബിജി അങ്ങനെയല്ല, കിടന്നു കൊടുക്കൂല. എനിക്ക് അങ്ങനത്തെ കസ്റ്റമർ വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ട് ബിജിനെ കുറിച്ച് തിരക്കി വെക്ക്. എല്ലാ ലേഡീസും പറയും. വേണം, ഒരു കസ്റ്റമറോട് ചോദിക്കും ബിജിനെ കുറിച്ച്. ബിജിച്ച് എങ്ങനെയാ? ഓ, അവളാ, അവിടെ തൊടാൻ സമ്മതിക്കില്ല, ഇവിടെ തൊടാൻ സമ്മതിക്കില്ല, ഇവിടെ തൊടാൻ സമ്മതിക്കില്ല, ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ സമ്മതിക്കില്ല. ആ മോളെ എന്നേ പറയൂ കസ്റ്റമർ എന്നെ കുറിച്ച്. അവളുടെ അടുത്ത് പോണേക്കാളും വേറെ വല്ലയിടത്ത് പോകാന്നേ പറയൂ. ചോദിച്ചു നോക്ക്. അങ്ങനെ പറയൂ എന്നെ കുറിച്ച്. ഞാൻ കൊടുക്കൂല. എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എനിക്ക് എന്നോട് എന്താണെന്ന് ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഒന്നുമില്ല. ചിലർ കിടന്നും കൊടുക്കും പെണ്ണുങ്ങൾക്ക് സുഖം കിട്ടാൻ വേണ്ടി. ചേട്ടൻ ഇവിടെ ഒന്ന് ചെയ്യോ, ഇവിടെ ചെയ്യോ, ഇവിടെ ചെയ്യോ, അവിടെ ചെയ്യോ. അവർക്ക് പൈസയല്ല വേണ്ട, സുഖമാണ്. സൂഹിക്കുന്ന പെണ്ണുങ്ങൾ സൂഹിക്കും. 1.5 മണിക്കൂർ 1 മണിക്കൂറോളം സൂഹിക്കും. 1 മണിക്കൂർ എന്ന് പറഞ്ഞ് കയറ്റും 200 ദിർഹംസിന് 100 ദിർഹംസിന്. ഇവളുമാർക്ക് സുഖം കിട്ടാൻ വേണ്ടി ഇവളുമാർ 10 മിനിറ്റ് വൈകിയാലും അവൾമാർ കിടന്നു കൊടുത്തോളൂ സൂഹിക്കാൻ. ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആ പൈസ വേണ്ട. എന്റെ ശരീരത്തിൽ ഞാൻ തൊടിയിക്കില്ല ഒരു മനുഷ്യന്മാരെയും. നന്നായിട്ട് കിടന്നു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഞാൻ കൊടുക്കില്ല. ഞാൻ നുണ പറയണ്ട. ഞാൻ തന്തയ്ക്ക് പറഞ്ഞോളാം. ഇങ്ങനെ ഞാൻ നുണ പറയേണ്ട ആവശ്യം ഞാൻ ചെയ്യില്ല. ഞാൻ കൊടുക്കുകയില്ല. ഇപ്പോൾ പച്ചക്കല്ലേ പറയണേ. ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് ആരും വരെയും വേണ്ട. അങ്ങനത്തെ ആൾക്കാർ വേണ്ട. എൻ്റെ അടുത്ത് വരുന്നവർ വന്നാൽ മതി. എന്നെ അറിയുന്നവർ എന്ന് വെച്ചാൽ ബിജി കസ്റ്റമറിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് 20 മിനിറ്റ് ഇരിക്കുന്നെങ്കിലും 10 മിനിറ്റ് ഇരിക്കുന്നെങ്കിലും നല്ല സുഖം കിട്ടും. ബിജിയുടെ അടുത്ത് വന്നാൽ സൂഹിക്കാണ്ട് പോകത്തില്ല. സുഖം കിട്ടും, പക്ഷെ അത് കുറച്ച് ടൈമിങ് കിട്ടുള്ളൂ എന്നുള്ളൂ. 1.5 മണിക്കൂർ 1 മണിക്കൂറൊന്നും ഞാൻ കിടന്നു തരത്തില്ല. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരാൾക്ക് എന്റെ ശരീരം ഉടിയാൻ ഞാൻ കൊടുക്കാറില്ല. പിടിക്കാനും ഇങ്ങനെ വരവാനൊന്നും. കാക്കക്കുട്ടിയിൽ കല്ലിടുന്ന പോലെ ഇങ്ങനെ മാന്താനും പിടിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൊടുക്കുകയില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ കിടന്നിട്ടില്ല 1 മണിക്കൂർ. പിന്നെയാണ് ഇവന്മാരെ കൂടെ കിടക്കുന്നത്. ചിലവർ കൊടുക്കും 1 മണിക്കൂറൊക്കെ കൊടുക്കും നന്നായിട്ട്. അത് അവർക്ക് സുഖം മാത്രം മതി. അവർക്ക് കാശ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ കാശ് കൂടുതൽ പിടിക്കും, പക്ഷെ സുഖം കൊടുക്കില്ല. ഞാൻ തിരിച്ചാ. ഞാൻ കാശ് നന്നായിട്ട് മേടിക്കും കേട്ടോ. നല്ല കാശാ.
പക്ഷെ ടൈം കൊടുക്കൂല. പിന്നെ കൊടുക്കുന്നവർക്ക് കൊടുക്കും. എന്റെ റെഗുലറിന് കൊടുക്കും. റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, എന്റെ നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സാണ്. എന്റെ ചോയ്സ് അനുസരിച്ച് അവന്മാർക്ക് ഞാൻ കൊടുക്കും. അത് 1 മണിക്കൂറൊന്നും കൊടുക്കില്ല, ഒരിച്ചിരി കൂടുതൽ കൊടുക്കും. അരമണിക്കൂറോ അല്ലെങ്കിൽ 30 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെ കൂടുതൽ കൊടുക്കും. എന്റെ ചോയ്സിനനുസരിച്ച് കിട്ടണം. എന്റെ ചോയ്സ് എന്താണെന്നറിയോ? എനിക്ക് ഇഷ്ടപ്പെടുന്ന ചോയ്സിനനുസരിച്ചുള്ള കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കിട്ടില്ല, ഞാൻ ഇങ്ങനെ കിടന്ന് സഹിക്കും. എന്തായിരിക്കും ബീച്ചിന്റെ ചോയ്സ് എന്ന് പറയാൻ പറ്റും? അറിഞ്ഞിരിക്കും. ബീച്ചിക്ക് അങ്ങനത്തെ കസ്റ്റമർ ഇഷ്ടം എന്ന് പറയാൻ പറ്റും? ആർക്കും ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും? പറ, ഞാൻ കേക്കട്ടെ. ബിജിച്ചേച്ചിയുടെ ഗോൾഡ് എന്ന് കാശ് അടക്കണം? ഇന്ന് പോണം. ഇന്ന് 10-ാം തീയതി പുറത്ത് പോയി പൈസ അടയ്ക്കണം. നടന്നു പോണ്ടേ? ഇന്ന് ഒരുപാട് പണിയുണ്ട്, നടക്കാൻ പോണം. എടാ എന്റെ ചോയ്സിനുള്ള കസ്റ്റമറാന്ന് പറയാൻ പറ്റും, അതനുസരിച്ചുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ വിട്ടില്ല. ആർക്കും അറിയില്ല. ബീച്ചേച്ചിക്ക് അങ്ങനത്തെ കസ്റ്റമറെയാണ് ഇഷ്ടം എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? പോടമില്ല, ഒന്ന് പോയി. അതൊന്നും അല്ല ചേ. അങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിൽ 1 മണിക്കൂർ 2.5 മണിക്കൂർ കിടന്നുപോയി. എടാ അങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിൽ, ഹായ് ബേബി, അങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ കിടന്നുറങ്ങും. ഇവിടെ ഞാൻ 10 മിനിറ്റ് പോയിട്ട് 1/2 മണിക്കൂർ പോലും ഞാൻ എടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല? എനിക്ക് അതിനോട് താല്പര്യമില്ല. അതൊന്നുമല്ല എൻ്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടം വേറെയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട കസ്റ്റമറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ചോയ്സിനനുസരിച്ച് കിട്ടണം. അതെനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്ന് കൊടുക്കാറില്ല എന്ന്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഏതെങ്കിലും വേട്ടാവളിയും ഏതെങ്കിലും പെണ്ണുങ്ങളുടെ സാമാനത്തിൽ പോയിട്ട് എൻ്റെ സാമാനത്തിൽ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ആകെ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അത് വേറെ ആളുകളെയും കൊണ്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഏവളുടെയൊക്കെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് അങ്ങനത്തെ ആളുകളോട് താല്പര്യം താല്പര്യമില്ല. അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. ഓക്കെ, മൈനുവിന് അറിയാം ബീച്ചിന്റെ ചോയ്സ് എന്താണ്. അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ ഞാൻ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ സഹകരിക്കൂ.